മീനി ദിസ് വ്ലോഗിന് പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തേങ്ങയൊന്നും വേണ്ടാതെ പെട്ടെന്ന് തന്നെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ആദ്യം അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ അളവിൽ ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി എരിക്ക് വേണ്ടിയിട്ട് ഒരു 4-5 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പം ഇതിനകത്ത് ഉണ്ടമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നീളമുള്ള വറ്റൽമുളകാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കാശ്മീരി ചില്ലിയുടെ ആണെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഒന്നുമില്ലാത്തവർ മുളക് പൊടി ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാളയും ഒരു തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം പുളി കൂടി ആഡ് ചെയ്യാം. സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളിയാണ് കുറച്ചും കൂടെ ബെസ്റ്റ് കേട്ടോ. എനിക്ക് ഇവിടെ കുഞ്ഞുള്ളി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇത് നമുക്ക് നന്നായിട്ട് ചെറിയ രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ എണ്ണയിൽ ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ലേശം കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് അത്യാവശ്യം വഴറ്റിയെടുക്കാം. ചെറിയ രീതിയിൽ സവാളയൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സവാളയുടെ പച്ച ടേസ്റ്റ് വരും. നിങ്ങൾ സവാളയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. ഇതിപ്പോൾ അത്യാവശ്യം എണ്ണയിലൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് ഒന്ന് ചൂട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫുള്ളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് അളവിൽ മാത്രം മതി. കാരണം തക്കാളിയൊക്കെ ഇട്ടുള്ളതുകൊണ്ട് അതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ സാധാരണ കടുക് വറുക്കുന്ന പോലെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം. ദോശ ഇനി നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ദോശ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിനകത്തുനിന്ന് എടുക്കാം, തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് മസാല ദോശയ്ക്ക് പകരം ഈ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ ആവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല മുരിഞ്ഞ ദോശയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല ദോശ കഴിക്കുന്ന പോലെ തന്നെ ആ ഒരു ഇതിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ അത് എല്ലാ സൈഡിലും നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ മസാല ദോശയൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്കിതും ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ സൂപ്പർ ദോശ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ദോശ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ നമ്മൾ മസാല ദോശ പോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒന്ന് അല്ലാതെ ദോശയിൽ ഇങ്ങനെ ചുമ്മാ സ്പ്രെഡ് ചെയ്തും വെച്ചിട്ടുള്ളതാണ്. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു
ദോശയുടെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ചമ്മന്തിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് തേങ്ങയും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ നമ്മൾ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ കൂടെ കയറി കണ്ടു നോക്കുക. അതുപോലെ ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.